കട്ടൻ കുടി ഉഷാറാവട്ടെ. ക്ലീറ്റോ കട്ടൻ ചായയാണ്. എനിക്ക് ഒന്നും വേണ്ട, ആഹാരമൊന്നും കഴിച്ചാൽ ഇറങ്ങില്ല. ഞാനേ ക്ലീറ്റോനോട് ഒരു കാര്യം പറയാം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും പട്ടിണി കിടന്ന ശരീര സൗന്ദര്യം പോകും. ക്ലീറ്റോ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുന്നത് വിവരം കൊണ്ടല്ല, ഈ ശരീരം കൊണ്ടാണ്. അത് ഓർത്തോ. ഇനി ഒരാൾക്കും വേണ്ടാണ്ടാവും. എൻ്റെ മനസ്സ് എനിക്കാകെ ക്ലീറ്റോ ബോധമില്ലാത്ത രണ്ട് അണികൾ പോയി നോർത്ത് ക്ലീറ്റോന് എന്താ? എൻ്റെ രണ്ട് ഇടവും വലവും കൈകളാ പോയത്. ഞാനില്ലേ? ആ എന്തരാ? ഓ എന്തേ? ഒരു കാര്യത്തിന് വിളിക്കുമ്പോ അവിടെ എന്ത് ചെയ്തു? അറിയാ അവിടെ ഇന്നത്തെ പത്രം വായിച്ചോ? പത്രം വായിക്കാറില്ലല്ലോ. കള്ളനോട്ട് കേസിൽ പാർട്ടി നേതാക്കൾ അറസ്റ്റ്. പരിചയമുള്ള ആളെ നോക്കിയാണോ നീ? ഇവിടെ കണ്ടുണ്ടോ എവിടെയെങ്കിലും? പരിചയമാണോ നോക്ക്. വേണ്ടടി, അൻസാറും നടരാജനും. അതെ, എനിക്ക് അപ്പോഴേ തോന്നി കളിയാ, യോമാരി നെകളിക്കുന്നതിന്റെ പിന്നിൽ എന്തോ കൂടായ്പുണ്ടെന്ന്. എന്തായാലും നന്നായില്ലേ? നന്നായി. എന്തൊക്കെയായിരുന്നു എന്റെ മുമ്പിൽ കാണിച്ചത്? എന്റെ പാർട്ടി ഓഫീസ് വിലക്ക് വേണമെന്ന് വരാൻ. അല്ലടിയാ എടി, അവൻ എൻ്റെ കയ്യിൽ ഒരു 5000 രൂപ വന്നില്ലേ? ആ പൈസ എന്ത് ചെയ്ത്? ഒരു കള്ളനോട്ട് കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് പറയുന്നത് ക്ലീറ്റസുമായിട്ട് പണമിടപാടുണ്ടെന്ന്. ശരിയാണോ ക്ലീറ്റസ്? അവരെയും കൊണ്ടുവാ. ക്ലീറ്റസിന്റെ പാർട്ടിയിലുണ്ടായിരുന്നവരായിരുന്നു. ഈ പാർട്ടി ക്ലീറ്റോ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പൊ അതിന്റെ സജീവ പ്രവർത്തകരായിരുന്നു അവർ രണ്ടുപേരും. പക്ഷെ അവർക്ക് പുതിയ എന്തൊക്കെയോ ഓഫർ കിട്ടിയപ്പോൾ അവർ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അതിന് ക്ലീറ്റോയെ അവർ നിർബന്ധിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ പുള്ളി അതിന് തയ്യാറായില്ല, കാരണം പുള്ളി ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ. അപ്പോൾ അതിന്ന് പുള്ളി അങ്ങനെ കാലുമാറുന്ന ഒരാളുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരും മനഃപൂർവ്വം കരിവാരത്തേക്ക് വേണ്ടി ചെയ്തതാണത്. അല്ലാതെ അങ്ങനെയൊന്നും സാമ്പത്തിക ഇടപാടോ അങ്ങനെയൊന്നുമില്ല. ഏതാ ക്ലീറ്റസ് വീട്? അതാ സാർ, അതാണ്. ഒന്ന് സെർച്ച് ചെയ്തേ. സാർ അങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല. അവർ പറഞ്ഞത് ശരിയാണ്. പൈസ കൊടുത്തിട്ടുണ്ടോ സാർ? പൈസ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് സാർ. ക്ലീറ്റസിനെ കരിവാരി തേക്കാനുള്ള പരിപാടിയല്ലേ ഇത്? അങ്ങനെയൊന്നുമല്ല സാർ. പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലല്ലോ. അതായത് സാർ അവർ കുറെ പൈസ കൊടുക്കാം, വേറെ എന്തൊക്കെ മാല മേടിച്ചു കൊടുക്കാം, അങ്ങനെ കുറെ ഓഫറുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ക്ലീറ്റോ അതിന് വേണ്ട, എനിക്ക് പൈസ വേണ്ട, നിങ്ങളുടെ പാർട്ടിയും വേണ്ട, എനിക്ക് എന്റെ പാർട്ടിയാണ് വലുതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ക്ലീറ്റോയുടെ നിലപാട്. ഞാനങ്ങനെ പറഞ്ഞു, മനഃപൂർവ്വ. അവരിപ്പോ എന്താടാ വരിപ്പിക്കുന്നേ? കഥകളി പഠിച്ചിട്ടുണ്ടോ? കണ്ണും കലാശവും ഒക്കെ കാണിക്കുന്നു. എന്താടോ? അവിടെ ഒന്നുമില്ല സാർ. ഇവരെ കൊണ്ടിരുത്. ബാക്കി അവിടെ ചെന്നിട്ട് തരാം. പോലീസിന് അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. വരണം. ആ പോട്ടെ. ആ പൈസ എന്ത് ചെയ്തു? പൈസ വിടാ?
പൈസ ഒക്കെ ഞങ്ങൾ ചെലവാക്കി. എന്തിന് അതൊക്കെ ഉണ്ട്. കാര്യം പറ. ഞാൻ ചിലവാക്കി. പാലിന്, പത്രത്തിന്, പലചരക്ക് കടയിൽ, കറണ്ട് ചാർജ് ഇതെല്ലാം അടയ്ക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്നത്. ഞാൻ ചിലവാക്കാൻ പറ്റുമോ? ഭാഗ്യത്തിന് ഞാൻ ആ പൈസ കൊണ്ടുപോയി ആദ്യം പോയത് കറണ്ട് ചാർജ് അടയ്ക്കാൻ തന്നെയായിരുന്നു. നമ്മുടെ ഓഫീസിൽ ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, മോളെ ഇതൊന്ന് അടച്ചാൻ പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിക്കാം, കറങ്ങേട്ട ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇത് കള്ളാവട്ടാ, ഇത് കൊണ്ട് അടക്കരുതെന്ന്. അപ്പം ബില്ല് അടച്ചില്ലേ? നീ അടച്ചെന്നല്ലേ എന്നോട്? കറണ്ട് ചാർജ് അടച്ചു, പാലിൻ്റെ പൈസ കൊടുത്തു, പത്രത്തിൻ്റെ പൈസ കൊടുത്തു, പലചരക്ക് കടയിലെ പൈസ കൊടുത്തു, എല്ലാം കൊടുത്തു. ആ പൈസ എവിടെ നിന്ന്? അതെൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചു. അല്ല എന്നെ ഇടുന്ന മറ്റേ പൈസ അത് ഇവിടെ ഇരിപ്പുണ്ട്, വേണോ? ഇത് കത്തിക്കാനേ ഉള്ളാവൂ. അളിയ വന്നതും പോയതൊക്കെ അളിയും മറക്കണം. അളി എല്ലാം മറന്നു, പക്ഷെ ഞാൻ ഒന്നും മറക്കൂല. ആദ്യം മുതലുള്ള എല്ലാ കാര്യവും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ചും കൂടെ മാറി എവളെ ഓർത്തിട്ടാ ഞാനെല്ലാം ചെയ്യുന്നത്. പിന്നെ അളിയെ മറക്കുന്ന കൂട്ടത്തിൽ എൻ്റെ 5000 രൂപ മറന്നു പോരുത്. അത് എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു.